വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസ് ഗോയിങ് ടു ബി ഒരു സ്റ്റേക്കേ വ്ളോഗ്. ഞങ്ങൾ ഇന്നൊരു ചെറിയ സ്റ്റേക്കേഷന് പോകുന്ന വിചാരിച്ചു. എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. പെട്ടെന്ന് ഷടപടേ എന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ഹീസ് ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. സോ ബൈ ദ ടൈം ഹി കംസ് ബാക്ക് ഐ എം സപ്പോസ് ടു ഫിനിഷ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഡ്രസ്സ് ഇടലും ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. സോ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. Both of us are ready. Sticky plans. Yes. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. സോ ഇനി വണ്ടിയിൽ വെച്ച് കാണാം. Come on. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളിതാ ഇറങ്ങി ആൻഡ് റൈറ്റ് നൗ വി ആർ ഓൺ അവർ വേ ടു ദി ഹോട്ടൽ. ഈ സൈഡിൽ കാണുന്ന ഫോം ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മുടെ സ്റ്റേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ലോബിയിൽ നിന്ന് ചെക്കിനൊക്കെ ചെയ്ത് ഇപ്പോൾ റൂമിലേക്ക് കയറാൻ പോവാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നല്ലൊരു ക്യൂട്ട് സെറ്റപ്പ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. ഞാൻ ഈ റൂമിൻ്റെ വീഡിയോ എടുത്തത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. വന്ന ഉടൻ ഫുൾ ക്ഷീണിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു കുറച്ച് സമയം. സോ റൂം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ വലിയ റൂമൊന്നും അല്ല. അതായത് ഞങ്ങൾ ലാസ്റ്റ് ടൈം സ്റ്റേ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ചെറിയ റൂമാണ്. ഭയങ്കര ഒരു കോമ്പാക്ട് റൂമാണ്, പക്ഷെ വെരി ക്യൂട്ട് ആൻഡ് കംഫി അങ്ങനെ ആയിരുന്നു. പിന്നെ ഇതാ ഒരു വലിയ വിൻഡോ ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് പുറത്തേക്ക് കാണാം. ഞങ്ങൾ 10th ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെ ക്യാമറയിൽ അത് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ഞാനിങ്ങനെ അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇത് പറ്റുന്നുണ്ടോ നോക്കി നിൽക്കുമായിരുന്നു. എനിവേ, അപ്പോൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുറത്തേക്കൊന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് കണ്ടത് അവർ ക്ലോസ് ആയിന്ന്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ക്ലോസ്ഡ് എന്നാണ് കാണിച്ചത് ഈവനിങ് ആയപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ വേറെ എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ തപ്പി നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി, ഹോട്ടലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക്. അപ്പോൾ അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, ഗ്രോസറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രോസറിയിൽ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഈ റെസ്റ്റോറൻറ്റ് ആയിരുന്നു, ഈറ്റ് മാക്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുറച്ച് വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് ആദ്യം സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഡിന്നറും അവിടെ തന്നെയായിരുന്നു ഓർഡർ ചെയ്തത്. ആദ്യം വേറെ സ്ഥലത്തിനൊക്കെ നോക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ദെൻ വി തോട്ട് ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ വാങ്ങിച്ചു. എൻ്റെ ഫ്രൈസ് കട്ട് തിന്നുന്ന ആളെ കണ്ടോ. സോ ഹി ഓർഡേർഡ് എ ഷവർമ. എനിക്കൊരു സിംഗർ സാൻഡ്വിച്ചാണ് വാങ്ങിയത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഡിന്നറും പാർസലാക്കി നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി. സോ ഞങ്ങൾ സാൻഡ്വിച്ചും ഷവർമയൊക്കെ കഴിച്ച് ഡിന്നർ വാങ്ങി തിരിച്ചിപ്പോൾ റൂമിലേക്ക് എത്തി. ഇനി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചിൽ മോഡിലേക്ക് എൻ്റർ ചെയ്യാനാണ് പ്ലാൻ. രാത്രി ഡിന്നറിലേക്ക് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽപ്പച്ചീനോ മുത്തുമണിയുടെ ഒരു മൂവിയൊക്കെ ഇട്ടിട്ട് ചില്ല് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചത്. പിന്നെ ഞങ്ങളൊരു ഹാഫ് ഗ്രിൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേക്കൊക്കെ വരുന്നത്. അതെ, വളരെ ശരിയാണ്. ഫുഡ് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. ഇതാണ് ഞാൻ രാത്രി നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തത്. നടന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എൻ്റെ മേക്കപ്പൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഞാനൊരു പാൻഡ കുട്ടി പോലെയായി. ഞാനാണെങ്കിൽ എൻ്റെ മേക്കപ്പ് റിമൂവർ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ഈ കൺമഷി കളയാൻ പറ്റ പാട് ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് എൻ്റെ കണ്ണ് ഇപ്പോൾ പൊട്ടിപ്പോന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എനിവേ, അപ്പോൾ കഷ്ടപ്പെട്ട് അതൊക്കെ കളഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മുടെ അവിടുത്തെ റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി സെറ്റപ്പ്, ഫുൾ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വേറൊരു മെയിൻ. ഹോട്ടൽ സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് മുതലാക്കണം. ഇതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് 1-2 റീലൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ നമ്മുടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ലാസ്റ്റ് അവർ റെസ്റ്റോറൻറ്റ് പൂട്ടാറായി എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഒരു 1:30 2 o'clock ഒക്കെ ആയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും 4 കഴിഞ്ഞു. സോ കുറേ നേരം ഉറങ്ങി.
വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങളൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ റൈറ്റ് നൗ നമ്മൾ ഷാർജ സിറ്റി സെൻറ്ററിലേക്ക് പോവാണ്. അവിടുത്തെ വോക്ക് സിനിമാസിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുട്ടി സ്റ്റേക്ക് പ്ലസ് ഫുഡ് ഈറ്റിംഗ് കോമ്പറ്റീഷൻ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു us. Thank you so much for watching. We appreciate it a lot. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.